ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും കൂടി ആ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും പറയാമല്ലോ, അതിന് ഇന്നാൾ പറയണമെന്നൊന്നുമില്ല, മനസ്സിലുള്ളത് എന്താണോ അത് തുറന്നടിച്ച് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിധിയാണെങ്കിൽ അത് പിന്നെ വേറൊന്നുമല്ല, നിങ്ങളിത് സ്വന്തം മനസ്സാലെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്ത ഒരു തീരുമാനമാണോ? എന്ത് തീരുമാനം? അല്ല, സുഭാഷ് ഏട്ടനെ പോലൊരു ചെറുക്കനെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ കുഴപ്പം? അല്ല, ഞങ്ങളുടെ സുഭാഷ് ഏട്ടനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞു വരുന്നതേ, വീട്ടിൽ ആകെ ആണുങ്ങളാണ് കൂടുതലുള്ളത്. അതിൽ ഒരാളായിട്ട് കൂടുതൽ ഒരു പെണ്ണായിട്ട് വന്നത് അത് നിധിയാണെന്നും സുധീഷ് പറയുകയാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു കൂട്ടത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചതിൻ്റെ അർത്ഥം. ഇതൊക്കെ പറഞ്ഞ കാര്യമാണല്ലോ, ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. അതെന്നോട് സുഭാഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കല്യാണം പിന്നെ അറിയാലോ, എൻ്റെ സെക്കൻഡ് മാരേജാണ്. അപ്പോൾ സെക്കൻഡ് മാരേജ് ആയ ഒരാൾക്ക് ഒരുപാട് അങ്ങോട്ട് ചോയ്സ് ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും അങ്ങോട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ആദ്യം പ്രണയിച്ച ആൾ തനി ഫ്രോഡായിരുന്നു. അയാളോടൊത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഡിവോഴ്സിന് വേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്തത്. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ വേറൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോയതും അങ്ങനെയാണ് സുഭാഷിനെ കണ്ടതും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനിടയിൽ അയാളും വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണം, ഇതായിരുന്നു എൻ്റെ ഒരു വാശി. അപ്പോൾ അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷിൻ്റെ ആലോചന എൻ്റെ മുന്നിലേക്ക് വരുന്നത്. പിന്നീടൊന്നും ആലോചിച്ചില്ല, കല്യാണം കഴിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധിയും സുധീഷൊക്കെ ആണെങ്കിൽ വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കണം ഈ പെണ്ണിൻ്റെ വർത്തമാനം കേട്ടിട്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരിഷ്ടം, അത് നമ്മളെന്തിനാണ് വെറുതെ വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ, എപ്പോഴെങ്കിലും നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് വിചാരിച്ചോ? എന്താ ഈ പറയുന്നത്? അല്ല, അങ്ങനെ വിചാരിച്ചോ? ഡിവോഴ്സ് ആയെന്ന് വിചാരിച്ച് എന്താ പെണ്ണൊരു ജീവിതം കിട്ടൂലേ? നിധിയുടേത് ഇഷ്ടമുണ്ടല്ലോ, നിധിക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം, അല്ല കല്യാണം കഴിക്കാതിരിക്കാം, ജോലി ചെയ്യാം, അങ്ങനെ പല ഇതുകളും ഉണ്ട്. അതൊക്കെ മറ്റുള്ളവർ തടഞ്ഞു വെക്കേണ്ട ഒരാവശ്യവും ഇല്ല, അത് തടഞ്ഞു വെക്കേണ്ട കാര്യവും ഇല്ല. അത് പറഞ്ഞാൽ ശരി തന്നെയാണ് ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം കല്യാണം കഴിച്ച എൻ്റെ എക്സ് ഹസ്ബൻഡില്ലേ, എന്നോട് പറഞ്ഞ എന്നാന്നറിയാവോ, നിനക്ക് ഇനി ആര് ചെറുക്കൻ തരാനാണ്, നിൻ്റെ രണ്ടാം വിവാഹമാണ്, അതുകൊണ്ട് നിൻ്റെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ എന്നോട് വാശി പിടിക്കുമായിരുന്നു. പക്ഷേ അയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലേ സുഭാഷിൻ്റെ ഈ ആരോ ആലോചന വരുന്നത്. അപ്പോൾ എനിക്കതിൽ എതിർപ്പുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എന്നിൽ നിന്നറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞില്ലേ, സന്തോഷമായില്ലേ? നിങ്ങൾക്ക് ഞാൻ 2 കോഫി പറഞ്ഞിട്ടുണ്ട്. കോഫി കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ കോഫി കുടിക്കുക, എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പെണ്ണവിടെ പോവുകയാണ്. അപ്പോൾ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷാണെങ്കിൽ, നിധിയേ ഇതെന്താ നിധി കേൾക്കുന്നത്? എന്താ സുധീഷിനത് മനസ്സിലായില്ലേ? ഇത് കണ്ടില്ലേ, നമ്മളോട് എന്ത് വേണം, എന്താണ് ഇഷ്ടമെന്ന് പോലും ചോദിക്കാതെ അവരുടെ ഇഷ്ടത്തിന് 2 കോഫിയും പറഞ്ഞിട്ട് അവർ ഒറ്റ പോക്കാണ്. അപ്പോഴേക്ക് സുധീഷാണെങ്കിൽ, അതേ നിധി ഇത് സെറ്റാകോ? ഇവർ ഒരു റിവെഞ്ചിന് വേണ്ടിയാണോ സുഭാഷ് ഏട്ടനെ തിരഞ്ഞെടുത്തത്? അതായത് ഇവരുടെ എക്സ് ഹസ്ബൻഡിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ സുഭാഷ് ഏട്ടനെ തിരഞ്ഞെടുത്തത്? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ കല്യാണം നടന്നു കഴിഞ്ഞത് ശരിയാവോ ഇത് നിധി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല എൻ്റെ പൊന്ന് സുഭാഷേ, ഇവരുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് ആർക്കറിയാം. ഇപ്പം എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുന്നത്? എന്തായാലും നമ്മളിത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ ജീവിതം ഒരിക്കും കുളം തോണ്ടാനായിട്ട് പോകുന്നത്. അത് നിധി പറഞ്ഞത് കാര്യം തന്നെയാണ് എന്നൊക്കെ അവിടെ അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നിധിയും അതേപോലെ തന്നെ സുധീഷും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് കുറേ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ
ഈ ഒരു കുറേ ചോക്ലേറ്റും ഡയറി മിൽക്കും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയാം, നിധി അതെ ഇതെല്ലാം ഞാൻ നിധിക്ക് വേണ്ടി മേടിച്ചതാണ്, ഇനി നിധിക്ക് എന്താ വേണ്ടത്? അയ്യോ ഇതൊക്കെ വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? അല്ല നിധി പറഞ്ഞില്ലെങ്കിലും ഇത് മേടിച്ചു തരേണ്ട കടമ എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഇത് മേടിച്ച് തന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട, കൊണ്ടേ വെക്കാം, എടുത്തതാണ് സ്ഥലത്ത് കൊണ്ടേ വെക്കാൻ നോക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്ക് സുധീഷ് ഇവളെന്താണ് ഇങ്ങനെ എൻ്റെ ദൈവമേ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എപ്പോഴും വഴക്കാണല്ലോ, എന്തായാലും ഞാൻ അത് കൊണ്ടേ വെക്കുന്നില്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ബാസ്ക്കറ്റിലേക്ക് തന്നെ ഇടുക. അപ്പോൾ ഈ നിധി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എന്തിനാ ബാസ്ക്കറ്റിലേക്ക് ഇട്ടത്, ഇത് കൊണ്ട് വെക്കാനല്ലേ പറഞ്ഞത്, അതങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ബാസ്ക്കറ്റ് വേണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിധി അത് പിന്നെ അതെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സുധീഷിനെ വിളിച്ചുകൊണ്ട് വേറൊരു സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഒരു പെണ്ണ് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പെണ്ണിനോട് നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഹലോ എന്താ നോക്കുന്നേ, അത് കാഷ്യൂനട്ട് 200 ഗ്രാമിൻ്റെ ആണോ 100 ഗ്രാമിൻ്റെ ആണോ? 200 ഗ്രാമിൻ്റെ. അങ്ങനെ സുധീഷ് തന്നെ അത് കണ്ടുപിടിച്ച് ആ പെണ്ണിൻ്റെയൊക്കെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ 200 ഗ്രാമിൻ്റെ കാഷ്യൂനട്ട് എന്ന് പറയുകയാണ്. ഓ താങ്ക് യു കേട്ടോ, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അവിടെ നിന്ന് പോവുക. അപ്പോൾ നിധിക്കത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിധി സുധീഷിനോട് ഹലോ നിങ്ങളെന്താ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ബോയ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു, അതെന്താ നിധി അങ്ങനെ ചോദിച്ചേ? അല്ല നിങ്ങൾ അണ്ടിപ്പരിപ്പ് എടുത്തു കൊടുക്കുന്നത് കണ്ടു. അണ്ടിപ്പരിപ്പ് എന്തിനാ പെണ്ണിന് അണ്ടിപ്പരിപ്പ് എടുത്തു കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഇതൊക്കെ ഒരു സഹായം. ഓ നിങ്ങൾ അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടാണോ സഹായിക്കുന്നത്? വാ വാ വരാൻ നോക്ക്. അപ്പോഴേക്കും സുധീഷാണെങ്കിൽ അപ്പം ഞാൻ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് അവൾക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടമാകുന്നില്ല, അതാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. കാണിച്ചു തരാടി നിന്നെ. അപ്പോഴേക്കും സുധീഷേ അതേ വരുന്നു. അങ്ങനെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുക. അപ്പോൾ ഇത് കണ്ട് സുധീഷാണെങ്കിൽ എന്തിനാ ഇതൊക്കെ മേടിച്ച് കൂട്ടുന്നത്, എന്തത് മേടിക്കാൻ പാടില്ല, അല്ല വീട്ടിൽ ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ മേടിക്കുന്നത്? ഓ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്. ആ പാത്രത്തിൻ്റെ ഗതി എന്താണ്, ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പാവ സുഭാഷേട്ടൻ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് വെച്ച് വിളമ്പി തരുമ്പോൾ 3 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടേ ഞാൻ ഇതെല്ലാം മേടിക്കാമെന്ന് വിചാരിച്ചു. പഴയ പാത്രങ്ങളെല്ലാം മാറ്റണം, എന്നിട്ട് പുതിയ പാത്രങ്ങളൊക്കെ വെക്കണം. ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. വീട്ടിലേക്ക് ഒരു പുതിയ കുട്ടിയും കൂടി വരികയല്ലേ, നമ്മുടെ ആ വളഞ്ഞം പൊളഞ്ഞ പാത്രങ്ങളൊന്നും കാണണ്ട, അതുകൊണ്ട് ഇതൊക്കെ വേണം എന്നും പറഞ്ഞുകൊണ്ട് എടുക്കുക. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും നിധി മേടിക്കുന്നതല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ നിധി ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേടിക്കുമായിരുന്നല്ലോ. ഇത്രയും വർഷക്കാലം ആ അടുക്കളയും അതും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് മേടിക്കാൻ തോന്നിയില്ലല്ലോ, പിന്നെ കൂടുതൽ ഡയലോഗൊന്നും എൻ്റെ അടുത്ത് അടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ നീതുവിനെ കാണിക്കണം. അപ്പം നീതു ആണെങ്കിൽ ഈ ഹരീഷിനോട് തല്ലുപിടിച്ച ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. ഈ സുഭാഷിനെ കുറിച്ച് പറഞ്ഞതും സുഭാഷ് നിനക്കൊരു ബാധ്യതയാണോ, നിൻ്റെ ആഗ്രഹം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക. അവൻ അതേപോലെ തന്നെ ഹരീഷും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുക. അപ്പോൾ ഹരീഷ് നേരെ ഫോൺ വിളിച്ചപ്പോൾ ആദ്യം നീതു ആ ഫോൺ എടുത്തില്ല. ഇനി അവൾ ഉറങ്ങിയിട്ടുണ്ടാവും തിരിച്ച് ഇനി വിളിക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹരീഷ് ഇരിക്കുക. അപ്പം നീതു ആണെങ്കിൽ കണ്ടോ ഞാൻ ആ ഫോൺ കട്ടാക്കി, എന്നിട്ട് പോലും അവൻ വീണ്ടും തിരിച്ച് വിളിക്കുന്നുണ്ടോ നോക്കിയേ, വിളിക്കുന്നത് പോലുമില്ല. അങ്ങനെ നീതു തിരിച്ച് വിളിക്കുക. തിരിച്ചു കഴിഞ്ഞപ്പോൾ എടാ നീ എന്നെ ആദ്യം വിളിച്ചല്ലേടാ, രണ്ടാമത് വിളിക്കുന്ന മര്യാദ നിനക്കില്ലേ? അത് പിന്നെ നീതു ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. ഉറങ്ങിയിട്ടുണ്ടാവുമെന്നോ? നീ ഒരു പ്രാവശ്യം വിളിച്ചതാണോ? എന്നാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലേ? ഞാനെന്തിനാ തിരിച്ചു വിളിക്കുന്നത്? നീ ഉറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഫോൺ എടുത്താനായിരുന്നല്ലോ. അല്ല നീ എവിടെയായിരുന്നു? ഞാൻ ഈ റൂമിൽ തന്നെ ഉണ്ട്. അത് ശരി. അപ്പോൾ ഫോൺ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, റിങ് ചെയ്തത് കേൾക്കുകയും ചെയ്തു, എന്നിട്ട് നീ കോൾ എടുത്തില്ല. അത് പിന്നെ ഞാൻ ആദ്യം കോൾ എടുക്കാതിരിക്കുമ്പോൾ നീ എന്നെ രണ്ടാമതും കൂടി ഒന്ന് വിളിച്ച് നോക്കണം, അതാണ് അതിൻ്റെതായ മര്യാദ. നീതു ചുമ്മാ എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ നിൽക്കണ്ടേ. എടാ നീ എന്നോട് സോറി പറഞ്ഞായിരുന്നോ? സോറിയോ? ഞാനെന്തിനാ സോറി പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്നോ? നീയല്ല അവിടെ കിടന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, പിന്നെ സോറി പറയണ്ടേ? അപ്പം ആ കണക്കിനാണെങ്കിൽ നീയാണ് എന്നോട് സോറി പറയേണ്ടത്. നീ സുഭാഷേട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിട്ടല്ലേ ഞാൻ നിന്നോട് തർക്കിച്ച് കയറിയത്. അപ്പം നീയല്ലേ എന്നോട് സോറി പറയേണ്ടത്? ഞാൻ സോറി പറയണം അല്ലേ? നീ സോറി പറയണം. പക്ഷേ നീ എന്നോട് വളരെയേറെ മോശമായി പെരുമാറിയത്, എൻ്റെ മനസ്സ് വേദനിപ്പിച്ച നീയാണ്. അപ്പം നീയാ സോറി പറയണ്ട. എനിക്ക് സോറി പറയാനും ഒന്നും പറ്റില്ല. നിനക്ക് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കണല്ലേ നീതു? എപ്പോൾ നോക്കിയാലും രാത്രി സമയത്ത് അവനോട് എന്ത് വഴക്ക് കൂടണം എന്ന് ആലോചിക്കുകയായിരിക്കും പകലും മുഴുവനും. എന്നിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് കയറും. വഴക്ക് കൂടി കഴിയാൻ നേരത്തെ നിനക്ക് സമാധാനമാകുകയല്ലേ നീതു എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ നീ ഇങ്ങനെയൊക്കെ പറയണോടാ, എനിക്കിത് തന്നെ കേൾക്കണം. ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് കഴിയുന്നത് പോലും നീ ചിന്തിക്കുന്നില്ല. ഈ വീട്ടിൽ
ഇതെൻ്റെ സ്വന്തം വീടാണല്ലോ ശത്രുവിൻ്റെ വീടാണോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും നീ എന്താടാ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ കിടന്ന് പെരുമാറുന്നത്? നിനക്കിപ്പോൾ എന്താ അവിടെ കുഴപ്പം? കുഴപ്പം എന്താണെന്നോ? നീ ഇതുവരെ എന്നോട് സോറി പറഞ്ഞില്ല. സോറി പറയാൻ മനസ്സില്ലടി പുല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നീതുവിന് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നേരെ നീതുവിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. എന്താണ് നിൻ്റെ മറ്റേവൻ നിന്നോട് പിണങ്ങിയോ? അല്ല, വഴക്കൊക്കെ പുറത്തോട്ട് കേൾക്കായിരുന്നു. അതിനെ ഞങ്ങൾ പിണങ്ങിയതൊട്ടില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇനി കണ്ടോ, ഇനി ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന്. കൂടി വന്ന 2 മാസം, അതിനുള്ളെങ്കിൽ നിങ്ങൾ പിരിഞ്ഞ് നാറാണക്കല്ലെടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ നേരെ പോവുക. അപ്പോൾ നീതുവിന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടവും തോന്നുക. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും കൂടി പാത്രങ്ങളെല്ലാം വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ പോവുക. അപ്പം നിധി പറയുന്നുണ്ട്, ഞാനേതായാലും ഇത് നേരത്തെ ആലോചിച്ച കാര്യങ്ങളാണ്, ഈ പാത്രങ്ങളെല്ലാം മേടിക്കണമെന്ന്. ഏതായാലും ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. സാരമില്ല, ഏതായാലും ആ പെണ്ണ് വരാൻ പോവല്ലേ. നിധി, എന്നാലും എനിക്കേ ആ പെണ്ണിനെ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ ഒരു തോന്നൽ. സുഭാഷേട്ടൻ പറ്റിക്കപ്പെടുകയാണോ എന്നൊരു സംശയം. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ പരിസരത്തൊക്കെ പോയി അന്വേഷിക്കാം. നീ പെണ്ണിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് അന്വേഷിക്കാം. അതിനുശേഷം നടത്തിയാൽ പോരെ? അങ്ങനെ അന്വേഷിക്കാം അല്ലേ നിധി? അത് നല്ലത്. അങ്ങനെ അന്വേഷിക്കണമല്ലോ നമ്മൾ എന്നും പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തി ഇതേ ഭാണ്ഡക്കെട്ടായിട്ട് വരികയാണ്. ഭാണ്ഡക്കെട്ട് ഇതെന്ത് ഇത് കുറേ സാധനം ഉണ്ടല്ലോ എന്ന് സുഭാഷും നികേഷും കൂടി ചോദിക്കുകയാണ്. അതെ, ദേ നിധിയെ വീട്ടിലേക്കുള്ള കുറേ പാത്രങ്ങളെല്ലാം മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ എന്തിനാ മോളെ ഇവിടെ പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ? എൻ്റെ സുഭാഷ് ഏട്ടാ, അതെല്ലാം വളഞ്ഞതും പൊളഞ്ഞതൊക്കെ അല്ലേ, അതെല്ലാം മാറ്റിയേര്. ഇനി പുതിയ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വാ കയറി വന്നേ പറഞ്ഞിട്ട് ഇവർ പാത്രങ്ങളെല്ലാം കൊണ്ടുപോകുക. പാത്രങ്ങളെല്ലാം ഇടുക്കി വെക്കാൻ പോയപ്പോഴേക്കും സുധീഷിനോട് നിധിയാണെങ്കിൽ അതെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതിനെന്ത്, ഇത് പുതിയ പാത്രമല്ലേ? പുതിയ പാത്രമാണെങ്കിൽ അതിൽ എത്ര നാൾ പൊടിയടിച്ചിരുന്നതാ? അതെല്ലാം കഴുകി തുടച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ പിന്നെ നികേഷേ, സുഭാഷേട്ടാ വാ നമുക്കൊരു പിടി പിടിക്കാം. ഒരു പിടിയും പിടിക്കണ്ട, ഇത് മുഴുവനും നിങ്ങൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചാൽ മതി. എന്താ ബുദ്ധിമുട്ടുണ്ടോ? അതിനും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിധി. എങ്കിൽ പിന്നെ പോയി ചെയ്യേ. അങ്ങനെ സുധീഷാണെങ്കിൽ ആ പാത്രം കഴുകി തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഹരീഷിനെ കാണിക്കണം. അപ്പോൾ ഹരീഷ് പുറത്ത് തന്നെ ഇരിക്കുക. അപ്പം നീതു ആണെങ്കിൽ അവൻ തിരിച്ച് വിളിച്ചു പോലുമില്ല. അപ്പം നീതു വീണ്ടും വിളിക്കുകയാണ്. എന്താ വിളിച്ചത് എന്ന് നമ്മുടെ ഹരീഷ് ചോദിക്കുകയാണ്. അല്ല, കട്ട് ചെയ്ത ആളാണ് ഫസ്റ്റ് വിളിക്കേണ്ടത്. എനിക്ക് വിളിക്കാനായിട്ട് തോന്നിയില്ല, ഞാൻ വിളിച്ചില്ല. അത് നീ ചെയ്ത് തെറ്റല്ലേ? ആൾക്കാർ ഇഷ്ടമുള്ളവർ തമ്മിൽ വഴക്കിടും. പക്ഷെ ആരാണോ കട്ട് ചെയ്തത് അവരാണ് ഫസ്റ്റ് വിളിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞില്ലേ? തീട്ടഞ്ഞപ്പോഴേക്കും ഹരീഷിനെ വീണ്ടും കലി വരിക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.